കുളിച്ച് സുന്ദരി എങ്ങോട്ടാണെന്നല്ലേ, വേറെ എങ്ങോട്ടുമല്ല. ഇന്ന് അപ്പുമോൻ്റെ അമ്മൂമ്മൂൻ്റെ സ്കൂളിൽ ഒരു മെഗാ എക്സ്പോ 2024 നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂസിന് ഇന്ന് സ്കൂളില്ല കേട്ടോ, KG-കാർക്ക് ഇന്ന് അവധിയാണ്. അപ്പം അങ്ങനെ പോവാണ്. അമ്മൂസിന് ഓൾറെഡി സ്കൂളുണ്ട്, KG-കാർക്ക് മാത്രമേ ലീവുള്ളൂ. അപ്പോൾ അവൾ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവളവിടെ ടീച്ചർമാരുടെ നേതൃത്വത്തിൽ എക്സ്പോ കാണാൻ വരുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂളിലെത്തിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല വെയിലാന്ന് വെച്ചാൽ നല്ല വെയിൽ, ഒരു 12 മണി 11:30 ആയിട്ടുണ്ടാവും ഈ സമയം. പക്ഷെ നല്ല വെയിലാട്ടോ, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ അതങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പൂസിന് സ്കൂളില്ലാത്തതിന് ചെറിയൊരു സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് സ്കൂളിൽ പോകാമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇരുന്നില്ല, എനിക്കിന്ന് സ്കൂളില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് മെഗാ എക്സ്പോ നടക്കണം, നമുക്ക് കാണാൻ പോകണ്ടേ, ഐസ്ക്രീം വാങ്ങണ്ടേ, നെല്ലിക്ക വാങ്ങണ്ടേ എന്നൊക്കെ, ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ ഉണ്ട്, അത് വാങ്ങണ്ടേന്ന് ചോദിച്ചപ്പോൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ റെഡിയായി പോയതാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച. ഇതൊക്കെ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ എക്സ്പോക്ക് വേണ്ടി ഇങ്ങനെ വയ്ക്കുന്നില്ല, അതൊക്കെ ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഇതൊക്കെ ഓരോ പാരൻസ് ഉണ്ടാക്കി കൊടുത്ത് വിടുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്നാക്സൊക്കെ പാരൻസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടാണ് കേട്ടോ മക്കളുടെ കയ്യിൽ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ നിൽക്കുന്നത് കുഞ്ഞു മക്കളാട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. കണ്ടോ സർബത്ത്. ഞാൻ ആക്ച്വലി ഒന്നും ഇപ്പം ടേസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ അപ്പുമോൻ എൻ്റെ ഒക്കത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരുടെ ഇടയിൽ പോയി ചുഴുന്ന് കയറിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അതാണ് നല്ലൊരു ക്ലിയറും ഒന്നും ഇല്ലാത്തത് കേട്ടോ. കണ്ടോ സ്നാക്സൊക്കെ ഓൾറെഡി കഴിയാനായിരിക്കണം. അപ്പം ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. കടല എല്ലാം ഉണ്ട് കേട്ടോ. കടല ഉണ്ടായിരുന്നു, പിന്നെ ബേക്കറി ഉണ്ടായിരുന്നു, അച്ചപ്പം, വഴുതിനിങ്ങ, ഇത് വേറെ എന്തോ ജ്യൂസാണ്, പിന്നെ എല്ലാത്തരം പൊടികളും സാമ്പാർ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സ്നാക്സ് തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് എണ്ണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം, നെയ്യപ്പം, പിന്നെ കൂടാതെ ചട്ടിപ്പത്തിരി, പിന്നെ പുഡിങ്, പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട, പഴംപൊരി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുട്ടി കണ്ട ബ്രെഡ് പൊരിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനൊന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഉച്ച സമയത്തൊന്നും ഇങ്ങനെ സ്നാക്സ് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. മധുരങ്ങളോ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കുട്ടികളിങ്ങനെ ചേച്ചി വാങ്ങുക ചേച്ചി പ്ലീസ് ചേച്ചി 10 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങാതെ പോവില്ലല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ണിയപ്പവും നെയ്യപ്പമൊക്കെ വീട്ടിലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു പരിപ്പ് വട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹാഫേ കഴിച്ചുള്ളൂ, ബാക്കി അപ്പുമോനാട്ടോ കഴിച്ചത്.
അങ്ങനെ ഒരുപാട് പലഹാരങ്ങളും പാനീയങ്ങളൊക്കെ അവിടെ കണ്ടു. ചരടിന്റെ നീളം കൂടുന്നതനുസരിച്ച് ബോളിന്റെ വേഗത അഥവാ തരംഗത്തിലുള്ള മാറ്റമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ന്യൂട്ടൺസ് ലാ. ഈ ഒരു ബോളിൽ ഉണ്ടാകുന്ന ഊർജ്ജം സ്പ്രിങ്ങിലൂടെ തൊട്ടടുത്ത ബോളിലെത്തും. അപ്പോൾ ഇത് റെസ്റ്റ് ആകും, ഇത് ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഊർജ്ജ കൈമാറ്റം നടക്കും. ഊർജ്ജ സംരക്ഷണ തത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മളിൽ ഊതുമ്പോൾ ഈ ബോളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. കാരണം നമ്മൾ ഊതുമ്പോൾ ഇതിലെ വായു ചലിക്കുന്നു. ചലിക്കുന്ന വായുവിന്റെ മർദ്ദം കുറവാണ്. ഇതിന് ചുറ്റുമുള്ള വായുവിന്റെ മർദ്ദം കൂടുതലുമാണ്. കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പന്തുകളെ തള്ളുന്നു. ഇതാണ് ഇതിന് കാരണം. വെർനിയർ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ തത്വം കണ്ടുപിടിച്ചത്. ഇങ്ങനൊരു മെഗാ എക്സ്പോ 2024 MOUP സ്കൂൾ സംഘടിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ ദുരന്തത്തിൽ നശിച്ചുപോയ വെള്ളാർമല സ്കൂളിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്കൂളിൻ്റെ പുനരുജ്ജീവനത്തിനും സ്കൂളിനൊരു കൈത്താങ്ങ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു മെഗാ എക്സ്പോ സംഘടിപ്പിച്ചത്. സോ അതിൻ്റെ ഭാഗമാവാനും അവിടെ ചെല്ലാനും എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പറ്റിയതിൽ വളരെ സന്തോഷം. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു നേരെ വീട്ടിലോട്ട് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.